അറിവില്ലായ്മ കൊണ്ട് ഒരാളും പോയിട്ട് ചതിക്കുഴികളിൽ ചാടരുത്. നിങ്ങളുടെ പണം പോവുക എന്നുള്ളത് മാത്രമല്ല, അത് സാരമില്ല, അത് നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. പക്ഷെ മനസ്സിൻ്റെ സ്വസ്ഥത, മനസ്സിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ, മനസ്സ് താളപ്പിഴകളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക് അല്ലെങ്കിൽ വൈകല്യങ്ങളിലേക്ക് കൂപ്പുകുത്തിയാൽ അതിനെ തിരികെ കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമല്ല. നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു സുഹൃത്ത് ഇന്ന് എന്നെ കാണാൻ വരികയുണ്ടായി, വളരെ കാലത്തിന് ശേഷം. അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മെൻ്റലിസ്റ്റാണ്, ഒരു പെർഫോമറാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, ഫാസിൽ ബഷീർ. അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു ചാനലുമുണ്ട്, ട്രെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതായത്, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വളരെ നല്ലൊരു മെൻ്റലിസ്റ്റാണ്, സ്റ്റേജ് ആർട്ടിസ്റ്റാണെന്ന് പറയുകയുണ്ടായല്ലോ. ചില മെൻ്റലിസം ഷോകളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഓഡിയൻസിൽ നിന്ന് പലരും വന്നിട്ട് മരണപ്പെട്ടു പോയ അവരുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ, അവരോട് സംസാരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടത്രേ. അപ്പോൾ ആദ്യമൊക്കെ ഫാസിൽ ബഷീർ അതിനെ വളരെ തമാശയായിട്ടായിരുന്നു എടുത്തിരുന്നത്. പക്ഷെ പിന്നെ പോകെ അദ്ദേഹത്തിന് മനസ്സിലായി, ആളുകൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഗൗരവമേറിയ മറ്റൊരു വശമെന്ന് പറയുന്നത്, പല പെർഫോമേഴ്സും, ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ മെൻ്റലിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന വ്യക്തികളും ഇതുപോലെയുള്ള ചില വീഡിയോകൾ ധാരാളമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. വ്യക്തികൾ അതിലകപ്പെട്ടു പോകുന്നുണ്ട് എന്ന് വേണം പറയാൻ. അതായത്, മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് കാണാനെങ്കിലും ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? ഞാൻ ഇതിനു മുൻപും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ഫാസിൽ ബഷീറും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വെറുമൊരു ഭ്രമം മാത്രമാണ്. അതായത്, ആ വ്യക്തിയെ ഹിപ്നോസിസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഹലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. ഹലൂസിനേഷൻ എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന ധാരണ ഹിപ്നോട്ടിക് സജഷൻസിലൂടെ കൊടുക്കുകയാണ് അതിൽ ചെയ്യുന്നത്. അത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. അതല്ലാതെ യാതൊരു കാരണവശാലും ആ മരണപ്പെട്ട വ്യക്തിയെ നിങ്ങൾ കാണുകയോ അദ്ദേഹത്തോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് ഒരു സ്വപ്നത്തിലെന്നോണം കാണുകയാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ അതിന് വിധേയമാകുന്നവർ അതിന് യാഥാർത്ഥ്യമെന്ന് കരുതുന്നു. ഇത് ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിലൊരു തമാശയായിട്ട് എടുക്കാം. എന്നാൽ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തമാശ എന്നുള്ളതിനപ്പുറം, അല്ലെങ്കിൽ ഒരു ആഹ്ലാദം എന്നുള്ളതിനപ്പുറം വളരെ ഗുരുതരമായിട്ടുള്ള മാനസിക ആഘാതങ്ങളിലേക്ക് വ്യക്തികളെ ഇത് നയിക്കുന്നുണ്ട്. കാരണം ഇതിന് വിധേയരാകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ യാഥാർത്ഥ്യമാണ് അനുഭവിച്ചറിയുന്നത്. അപ്പോൾ പല വ്യക്തികളും അതിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ പോലും, അതായത് ആ സമയം കഴിഞ്ഞാൽ പോലും, മരണപ്പെട്ട ഈ വ്യക്തികൾ എന്നോടൊപ്പമുണ്ട്, എന്നെ കാണുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ള ധാരണയിൽ അവർ ജീവിക്കും. അത് ഗുരുതരമായിട്ടുള്ള മാനസിക അസ്വസ്ഥതകളിലേക്ക്, വേണമെങ്കിൽ മാനസിക വൈകല്യങ്ങളിലേക്ക് അതാത് വ്യക്തികളെ നയിക്കുകയും ചെയ്യും. സ്കിസോഫ്രീനിയ തുടങ്ങിയ മാനസിക വൈകല്യങ്ങളിലേക്ക് വ്യക്തികളെ നയിക്കുകയും ചെയ്യും. മാത്രമല്ല, പിന്നീട് അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചികിത്സകളിലൂടെ കടന്നു പോകേണ്ടതുണ്ടാകും. ഇത് ഉണ്ടാകും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. അറ്റ് പ്രസൻറ്റ് അങ്ങനെ ധാരാളം പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഒരു സ്വപ്ന ലോകത്തിലൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എത്രമാത്രം ഭീകരമായിരിക്കും അവരുടെ അവസ്ഥ. അതാണ് ഞാൻ ഈ പറയുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം. ഇതിന് മുൻപും, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, ഈ മെൻ്റലിസം എന്ന് പറയുന്ന ആർട്ട് ഫോം ഒന്ന് ഡെവലപ്ഡായി വന്ന സമയത്ത് മെൻ്റലിസ്റ്റുകളെന്ന് പറഞ്ഞാൽ സൂപ്പർ സൈക്കോളജിസ്റ്റുകളാണ് എന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു. പല ആർട്ടിസ്റ്റുകളും, അതായത് മെൻ്റലിസ്റ്റുകളും പറയാതെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ മനസ്സ് വായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളെ
ചികഞ്ഞെടുക്കാൻ, നിങ്ങളുടെ മനസ്സ് ചികഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നില്ല. അത് കേട്ടിട്ട് പാവപ്പെട്ട സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്താ? ഇവർ സൈക്കോളജിസ്റ്റിന് മേലെയുള്ള ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളത് ഒന്ന്. രണ്ട്, ചില രീതികളിൽ നിങ്ങളുടെ വായനാശേഷിയെ താൽക്കാലികമായിട്ട് ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പേരിനെ മറവിയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ഇങ്ങനെയെല്ലാം സാധിക്കുമെങ്കിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അസ്വസ്ഥതയെ, ഒരു വേദനയെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഓർമ്മയെ ഒക്കെ നിങ്ങളിൽ നിന്ന് പറിച്ചു കളയാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള അവകാശവാദങ്ങളോടുകൂടി എത്രയോ പേരെ അപകടങ്ങളിലേക്ക്, തീരാവേദനകളിലേക്ക് നയിച്ചിട്ടുണ്ട് ഇവരിൽ ചിലരെങ്കിലും. എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നതല്ല. നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, വളരെ മനോഹരമായിട്ട് ചെയ്യുന്നവരുണ്ട്, വ്യക്തികളെ സന്തോഷിപ്പിക്കാനും രസിപ്പിക്കാനും വേണ്ടിയിട്ട് മാത്രം. അതിലപ്പുറം എല്ലാ മേഖലകളിലും കുറച്ച് മറ്റൊരു വിഭാഗമുണ്ടാകും എന്ന് പറയുന്നത് പോലെ ആ മേഖലയിലുമുണ്ട്. ഈ പ്രവണതകളെക്കുറിച്ചും അന്ന് ധാരാളം വീഡിയോകൾ ചെയ്തിരുന്നു. അതുപോലെ പെട്ടെന്ന് ഓർക്കുന്ന മറ്റൊരു കാര്യം, തേർഡ് ഐ ആക്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സ്കാം നടന്നിരുന്നു കുറച്ച് കാലമായിട്ട്, വളരെ വലിയൊരു സ്കാം. അപ്പോൾ അതിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടും കുറേയധികം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫാസിൽ ബഷീറും ചെയ്തിട്ടുണ്ട്. കുറേ പേർക്കെങ്കിലും അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റി. ഇപ്പോൾ 2 ദിവസം മുൻപ് പത്രത്തിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ കണ്ടു, കോടികളുടെ തട്ടിപ്പ് അതിലൂടെ സംഭവിച്ചിട്ടുണ്ട്, അതിലൂടെ നടന്നിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ ആ ചതിക്കുഴിയിൽ പോയിട്ട് പെട്ടിട്ടുണ്ട് എന്നുള്ളത്. മലയാളിയെ സംബന്ധിച്ച് ഈ ആട്, തേക്ക്, മാഞ്ചിയം, ഇപ്പോൾ പകുതി വിലയ്ക്ക് സ്കൂട്ടർ, ഇതുപോലെ എന്തും എളുപ്പവഴിയിൽ കിട്ടുമെന്ന് തോന്നിയാൽ പോയി തലവെച്ച് കൊടുക്കും. അത് പറ്റിയാൽ അബദ്ധമെന്നാരും സമ്മതിക്കുകയില്ല. വീണ്ടും അടുത്തതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക, അടുത്തത് വന്നിട്ട് വേണം എനിക്കൊന്ന് തലവെച്ച് കൊടുക്കാൻ എന്നുള്ള വിധത്തിൽ. ഈ തേർഡ് ഐ ആക്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതും എത്രയോ പേരുടെ മാനസിക വൈകാരിക നിലകളെ അപകടത്തിലാക്കിയിരിക്കുന്ന, ബന്ധങ്ങളെ വഷളാക്കിയിരിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യൂട്യൂബ് വീഡിയോകളും മറ്റ് മാധ്യമ വാർത്തകളും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ കമൻറ്റുകൾ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. തേർഡ് ഐ സ്കാം എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ വിധത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട് നേരത്തെ ഞാനും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയുക, ഈ വിധത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, വളരെയധികം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വാസ്തവത്തിൽ, മറിച്ച് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ ആൾ ദൈവങ്ങളെന്ന് പറഞ്ഞിട്ട് കുറേ പേരിങ്ങനെ പൊട്ടി മുളച്ചിരുന്നു. കുറേ അത്ഭുതങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പല വിധത്തിലുള്ള ദിവ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അന്നും അതിനെതിരെ പല വ്യക്തികളും വളരെ ആക്റ്റീവായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നതുകൊണ്ടാണ്. മാത്രമല്ല അന്നത്തെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന, എനിക്ക് തോന്നുന്നു ഒരു 1970-80 ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള പല മജീഷ്യരും അതിനെതിരെ സ്റ്റേജ് ഷോകളും സ്ട്രീറ്റ് ഷോകളും ഒക്കെ ആയിട്ട് രംഗത്തിറങ്ങിയിരുന്നു. അവരുടെയൊക്കെ കഠിനമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ കേരളം ആ ചതിക്കുഴികളിൽ നിന്ന് ഒരുപാട് രക്ഷപ്പെട്ടു പോകുന്നുവെന്ന് വേണം പറയാം. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ അന്നത്തെ മജീഷ്യന്മാരുടെ അനുയായികളിൽ കുറച്ച് പേര്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, കുറച്ച് പേര് തന്നെയാണ് ഈ വിധത്തിലുള്ള തട്ടിപ്പുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല മരിച്ചു പോയിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഭീമമായിട്ടുള്ള തുകയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് വെറും രസിപ്പിക്കൽ എന്നുള്ള വിധത്തിലല്ല, വളരെ ഭീമമായിട്ടുള്ള ഫീ ആണ് അവർ വാങ്ങുന്നത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, മരണപ്പെട്ടു പോയ ആളുകളെ ആര് കാണിച്ചു തരാമെന്ന് പറഞ്ഞാലും 2 അല്ല 10 അല്ല, ഒരു 100 പ്രാവശ്യം ചിന്തിച്ചിട്ട് പോയി തല വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്താൽ മതി. ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കും, തല വെച്ച് കൊടുക്കുക. കാരണം ഞാനവിടെ വളരെ ആധികാരികതയോടുകൂടി തന്നെയാണ് പറയുന്നത്. പാരാസൈക്കോളജി എന്നുള്ള വിഷയത്തിൽ ചില പഠനങ്ങളും അനുഭവങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. മരണപ്പെട്ടു പോയ വ്യക്തികൾ അവരുടെ തല മറ്റൊരു ഡയമെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് അവർ തിരികെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പറയുമ്പോഴേക്കും വരത്തൊന്നുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല, അത് സാധ്യവുമല്ല. അത് തന്നെയാണ് ചില ഗിമിക്കുകളിലൂടെയും
അല്ലെങ്കിൽ വ്യക്തികളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ടുമൊക്കെ ഈ വിധത്തിൽ ധാരാളം പേര് പോയിട്ട് പെട്ടുപോകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഹിപ്നോട്ടിസം ട്രെയിനിങ്ങുകൾക്കിടയിൽ പോലും ചിലപ്പോൾ ചില തിരിച്ചറിവുകൾക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് മാത്രം ഈ വിധത്തിലുള്ള ചില അനുഭവങ്ങളെ കാണിച്ചു കൊടുക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇല്ലാത്ത മണം, ഇപ്പോൾ നമ്മൾ ശരിക്കും മുല്ലപ്പൂവോ അങ്ങനത്തെ ഒന്നും കൊടുക്കാതെ തന്നെ അതിൻ്റെ മണം, ഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കും എന്നുള്ള ഒരൊറ്റ നിർദ്ദേശത്തിലൂടെ കണ്ണടച്ച് ട്രാൻസ്ലേറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ മനോഹരമായിട്ട് മുല്ലപ്പൂവിൻ്റെ ഗന്ധം അനുഭവപ്പെടുത്താൻ പറ്റും. അതുപോലെ നമ്മുടെ സെൻസറി ഓർഗൻസിനെ ഏതിനെ വേണമെങ്കിലും ഹിപ്നോസിസിലൂടെ കുറച്ച് സമയത്തേക്കെങ്കിലും കബളിപ്പിക്കാൻ സാധിക്കും. കണ്ണിനെ, ചെവിയെ, മൂക്കിനെ, നാക്കിനെ, ത്വക്കിനെയൊക്കെ. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ നിങ്ങൾ എവിടെയെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവകാശവാദങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയായിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അത് എത്രമാത്രം ഭീകരമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ ഈ തേർഡ് ഐ പ്രാക്ടീസ്, അതിലൂടെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നുപോയ ധാരാളം വ്യക്തികളുണ്ട്. മാനസികമായിട്ടുള്ള താളം തെറ്റിൽ സംഭവിച്ചിരിക്കുന്ന ധാരാളം പേര്. പിന്നെ ഒരുപക്ഷെ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, ഞാൻ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ്റെ കാര്യം പറയാറുണ്ട്, പാരാസൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെയോ? അതിന് പിന്നിലും ഇതുപോലെയുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ വീഡിയോകളിൽ പോലും, പബ്ലിക് വീഡിയോകളിൽ പോലും ഞാനത് തുറന്ന് പറയാറുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഡേറ്റകൾ, വ്യക്തികൾ പറയുന്ന കഥകൾ, അത് പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. അതാത് വ്യക്തികളുടെ ഭാവനകളോ ചിന്തകളോ സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ അവരെവിടെയെങ്കിലുമൊക്കെ വായിച്ചോ കേട്ടോ അറിഞ്ഞോ പോയ കഥകളുടെയൊക്കെ പുനരാവിഷ്കാരമോ ഒക്കെ ആകാം അത്. പക്ഷേ തെറാപ്പി സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ അതാത് വ്യക്തികൾ അതാത് സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മാനസികമോ വൈകാരികമോ ചില സാഹചര്യങ്ങളിൽ ശാരീരികമോ ഒക്കെ ആയിരിക്കുന്ന ചില അസ്വസ്ഥതകളെ പരിഹരിക്കാൻ, വളരെ അത്ഭുതകരമായിട്ട് പരിഹരിക്കാൻ നമുക്ക് ഈ ഡേറ്റകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ ചില വ്യക്തികൾ ആവശ്യപ്പെടാറുണ്ട് അവരുടെ പൂർവ്വജന്മത്തിലേക്കൊന്ന് പോകണം. ഞാൻ ചോദിക്കുക, എന്തിനാണ്? അതൊന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ആകാംക്ഷ പല വ്യക്തികൾക്കും ഉണ്ടാകും, നമുക്കുണ്ടാകും. എൻ്റെ പൂർവ്വജന്മത്തിൽ ഞാൻ ആരായിരുന്നു, എന്തായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. ഞാനൊരിക്കലും അങ്ങനെ ഇന്നേ വരെ ഒരൊറ്റ കേസ് പോലും ചെയ്തിട്ടില്ല. കാരണം ഞാൻ അവരോട് തന്നെ പറയാറുണ്ട്, ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരു ധാരണ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ ഒരു ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകും, ഞാൻ ഇന്നയാളായിരുന്നു അല്ലെങ്കിൽ ആയിരുന്നിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് ഒരു കഥ മെനയും. ആ കഥയായിരിക്കും ഹിപ്നോസിസ് സ്റ്റേറ്റിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് എന്നോട് പറയുന്നത്. അത് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ട്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മെനഞ്ഞെടുത്ത ഒരു കഥ നിങ്ങളെ അറിയിച്ചിട്ട് എന്താണ് ഗുണം, ജീവിതത്തിൽ എന്ത് നന്മയാണ് അതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്, എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? മനസ്സിലായോ? ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാറില്ല, പ്രോത്സാഹിപ്പിക്കാറില്ല. അതിൻ്റെ കാരണം ഇതാണ്. അതല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടാകണം, ആ അറിവ് കൊണ്ട്, ആ തിരിച്ചറിവ് കൊണ്ടൊരു ഗുണമുണ്ടാകണം. അവിടെയും ചെയ്യുന്ന ആളുകളുണ്ടാകും, വീഡിയോ എടുത്തു കൊടുക്കുന്ന ആളുകളുണ്ടാകും. ആ അറിവുകൾ പോലും ഒരുപക്ഷെ പൂർവ്വജന്മത്തിൽ ഞാൻ അങ്ങനെ ആയിരുന്നു, ഇന്ന ആൾക്കാർ എൻ്റെ ബന്ധുക്കളായിരുന്നു, എൻ്റെ സുഹൃത്തുക്കളായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പ്രണയമായിരുന്നു, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ലേ, സബ് കോൺഷ്യസിൻ്റെ കഥകളായിരിക്കും. പക്ഷെ യാഥാർത്ഥ്യം എന്നുള്ള വിധത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ അത് വെച്ചിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഭീകരമാണത്. അതുകൊണ്ടാണ് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷന് വിധേയമാകുന്ന വ്യക്തികളോട് പലപ്പോഴും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നുപോയി എന്ന് പോലും അറിയിക്കാറില്ല. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും, അങ്ങനെ അറിയിക്കേണ്ടി വന്നാൽ പോലും അവിടുത്തെ കഥകളെ അവർക്ക് പറഞ്ഞു കൊടുക്കാറില്ല. അങ്ങനെ വേണ്ടി വന്നാൽ പോലും ആ കഥകളെ ഒരുപക്ഷെ പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പോലും അതിൽ നിന്ന് ഗുണമുള്ളത് മാത്രം അവർക്ക് പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അതല്ലാതെ ഒരിക്കലും അതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ ഫുട്ടേജ് അവരെ കാണിക്കാറില്ല. ഇതാണ് എൻ്റെ കാരണം. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് അതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, മരണപ്പെട്ടു പോയവരെ വെറുതെ വിട്ടുകൊടുത്തേക്കുക, അവരുടെ പിന്നാലെ പോകേണ്ടതില്ല. കാരണം പ്രകൃതി അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് പലതും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ മുള്ളറകളെ ചികഞ്ഞു പോയാൽ
ഒരു സാധാരണ മനുഷ്യൻ്റെ, ഒരു ശരാശരി വ്യക്തിയുടെ മനസ്സ് ഒരുപക്ഷെ താളപ്പിഴകൾക്ക് വിധേയമായേക്കാം. വളരെ സൂക്ഷിക്കേണ്ട ഒരു ഏരിയയാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എനിക്കറിയാം ഈ വിധത്തിലുള്ള വീഡിയോകൾക്ക് ഒരുപക്ഷെ റീച്ച് കുറവായിരിക്കാം, ഒരു തമാശയോ ട്രോളോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാം, നിങ്ങളുടെ മരണപ്പെട്ടു പോയ ഒരാളെ കാണിച്ചു തരാം, അതിന് ഇത്ര രൂപ ഫീ എന്ന് പറഞ്ഞിട്ട് അത് ആയിരങ്ങളോ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ ആയാലും തരാൻ ആളുണ്ടാകും, എനിക്കറിയാം. പക്ഷെ അതെൻ്റെ രീതിയല്ല. എന്നാൽ അറിവില്ലായ്മ കൊണ്ട് ഒരാളും പോയിട്ട് ചതിക്കുഴികളിൽ ചാടരുത്. നിങ്ങളുടെ പണം പോവുക എന്നുള്ളത് മാത്രമല്ല, അത് സാരമില്ല, അത് നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. പക്ഷെ മനസ്സിൻ്റെ സ്വസ്ഥത, മനസ്സിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ, മനസ്സ് താളപ്പിഴകളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, അല്ലെങ്കിൽ വൈകല്യങ്ങളിലേക്ക് കൂപ്പുകുത്തിയാൽ അതിനെ തിരികെ കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമല്ല. ഒരു പ്രൊഫഷണൽ എന്നുള്ള വിധത്തിൽ അത്രമാത്രം ആധികാരികതയോടുകൂടി തന്നെയാണ് ഇത് പറയുന്നത്. സോ വളരെ ശ്രദ്ധിക്കൂ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഐ ബോക്സിലോ ഒക്കെ കൊടുത്തേക്കാം ലിങ്ക്, കാണുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഒന്ന് വീഡിയോയുടെ ചുവട്ട് രേഖപ്പെടുത്താം. കാരണം കൂടുതൽ പേരിലേക്ക് വിഷയം എത്താൻ, യൂട്യൂബ് ഒരുപാട് പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ, കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഭാഗം നിങ്ങളൊന്ന് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, അതായത് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ കൊടുത്താൽ കുറേ പേരിലേക്ക് യൂട്യൂബ് എത്തിച്ചോളും. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തിന് ഈ കാര്യത്തിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന നന്മ. പിന്നെയുണ്ട് ഈ അറിവ് വേണമെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലേക്കും വ്യക്തികളിലേക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്കൊരാളോട് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെട്ട് എന്തറിയണമെങ്കിലും, ഏത് എക്സ്ട്രീം ലെവലിൽ അറിയണമെങ്കിലും ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 7736298611 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ കഴിയുന്നിടത്തോളം ഫോൺ ചെയ്യാതിരിക്കുക. കാരണം അത്രമാത്രം തിരക്കുകളിലായിരിക്കും. വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ പകർന്നു തരാം. ഇനി ഹിപ്നോസിസ് അടക്കമുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ആധികാരികമായിട്ട് പഠിക്കണം, അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള വളരെ ലളിതമായിട്ട് പൂർണ്ണമായിട്ടും മലയാളത്തിലുള്ള ഏതൊരു പ്രായക്കാർക്കും, ഏത് വിശ്വാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കും, ഏത് ജീവിത നിലവാരത്തിലുള്ളവർക്കും, ഏത് വിദ്യാഭ്യാസ നിലവാരത്തിലുള്ളവർക്കും ഒക്കെ പഠിക്കാൻ പറ്റുന്ന, അറിയാൻ പറ്റുന്ന വിധത്തിലുള്ള വളരെ ലളിതമായിട്ടുള്ള ട്രെയിനിങ്ങുകളുണ്ട്. അത് താല്പര്യമുണ്ടെങ്കിൽ അത് പറയൂ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തരാം. നിങ്ങൾക്ക് വളരെ അഫോർഡബിളായിട്ടുള്ള ഫീസ് സ്ട്രക്ചർ മാത്രമേ അത്തരം പരിശീലനങ്ങൾക്കുള്ളൂ. അത് പറഞ്ഞു തരാം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരാളെയും അവഹേളിക്കാനോ വേദനിപ്പിക്കാനോ അവരുടെ വില കുറച്ച് കാണുന്നതിനോ വേണ്ടി ഒന്നുമല്ല ഞാൻ ഈ വിധത്തിലൊരു വീഡിയോ തയ്യാറാക്കുന്നത്. മറിച്ച് സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അവയർനെസ്, ബോധവൽക്കരണം എന്നുള്ള വിധത്തിൽ മാത്രമാണ്. ഒരുപക്ഷെ ആർക്കെങ്കിലും ഇതൊരു വേദനയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. മറ്റ് മാർഗങ്ങൾ മുന്നിലില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഈ പറയുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല മുൻപ് ആ തേർഡ് ഐ സ്കാമിനെക്കുറിച്ച് അന്ന് പറഞ്ഞ സമയത്തും അതങ്ങനെയൊന്നുമല്ല എന്ന് വാദിക്കാൻ വേണ്ടി കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് വാർത്ത വന്നപ്പോൾ, അത്രയും കോടികളുടെ തട്ടിപ്പ് നടന്നു എന്ന് മനസ്സിലായപ്പോൾ, അത്രമാത്രം വ്യക്തികൾ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം അറസ്റ്റിലായി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ചിലരെല്ലാം യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തുടങ്ങി. പക്ഷേ ഇനിയും പോയിട്ട് മറ്റൊരു കെണിയിൽ, മറ്റൊരു ചതിക്കുഴിയിൽ പെട്ടുപോകരുത് അറിവില്ലായ്മയുടെ പേരിൽ. അതുകൊണ്ട് മാത്രമാണ് ഈ വിധത്തിലൊരു വീഡിയോ ഇത്രയും സമയമെടുത്ത് ചെയ്തിരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. കഴിയുന്നിടത്തോളം കമൻറ്റ് ചെയ്തോളൂ, അതിന് റിപ്ലൈ തീർച്ചയായിട്ടും തരും. നിങ്ങളുടെ സംശയങ്ങൾ എന്തിനായാലും റിപ്ലൈ തീർച്ചയായിട്ടും തരും. ഇനി ഇതുപോലെയുള്ള വിഷയങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ
വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.